ഇപ്പോഴിതാ ട്രംപിൻ്റെയും നാറ്റോ മേധാവിയുടെയും ഭീഷണിക്ക് ഇന്ത്യ ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ ട്രംപിനും നാറ്റോ മേധാവിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, അല്ലെങ്കിൽ അമ്മാതിരി കമൻ്റൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്നാണ് കൃത്യമായി ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങിയതിനെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമർശനം ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദുരൈസ്വാമി എന്ന് പറയുന്ന വ്യക്തി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ശക്തമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുന്നത്. ഒരു രാജ്യത്തും ഒറ്റയടിക്ക് സമ്പദ് വ്യവസ്ഥ ഞങ്ങളുടേത് അടച്ചുപൂട്ടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി ദുരൈസ്വാമി പറഞ്ഞിരിക്കുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ വിസമ്മതിക്കുന്ന അതേ സ്രോതസ്സുകളിൽ നിന്നാണ് ഊർജ്ജവും അപൂർവ ധാതുക്കളും വാങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഇന്ത്യയിൽ നിന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും പല സാധനങ്ങളും പണ്ട് വാങ്ങാൻ മടിച്ചിരുന്നു, പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് അവരത് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദുരൈസ്വാമി പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ വിസമ്മതിക്കുന്ന അതേ സ്രോതസ്സുകളിൽ നിന്ന് തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇപ്പോഴും അപൂർവ ഭൂമിയും ഊർജ്ജ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കഴിയും. ഇത് പരസ്പര വിരുദ്ധമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുമ്പ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിയിരുന്നു. എന്നാൽ 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനും പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് ശേഷം ബദൽ വാങ്ങുന്നവരെ ആകർഷിക്കുന്നതിനായി റഷ്യ വലിയ വിലക്കിഴിവിൽ എണ്ണ വിൽക്കാൻ തുടങ്ങി. ഇന്ത്യ ഈ അവസരം സ്വാഭാവികമായിട്ടും മുതലെടുത്തു എന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ ഇപ്പോൾ മറ്റുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നു. വിലകളും ഗണ്യമായി വർദ്ധിച്ചു. നമ്മുടെ അസംസ്കൃത എണ്ണയുടെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. നമുക്ക് എന്ത് മാർഗ്ഗമാണുള്ളത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പൂട്ടിയിടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതൊന്നും ചെയ്ത് കാണിക്കുമെന്നാണ് ഇപ്പോൾ ദുരൈസ്വാമി കൃത്യമായി പറയുന്നത്. റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിശദീകരണം ദുരൈസ്വാമി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധം ഒരു നേതാവിനെയോ സർക്കാരിനെയോ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല, ഇത് ദീർഘകാല സുരക്ഷാ സഹകരണമാണ്. ചില പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മുടെ ആയുധങ്ങൾ വിൽക്കാൻ വിസമ്മതിക്കുകയും അതേ ആയുധങ്ങൾ നമ്മുടെ അയൽക്കാർക്ക് വിൽക്കുകയും ചെയ്തപ്പോൾ റഷ്യയാണ് നമ്മളെ സഹായിച്ചത്. മറ്റ് രാജ്യങ്ങൾ അവരുടെ ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി ബന്ധം സ്ഥാപിക്കുന്നത് പോലെ അതുപോലെ ഇന്ത്യയും അതിൻ്റെ ഊർജ്ജവും തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളും മനസ്സിൽ വെച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് കൃത്യമായി ഇപ്പോൾ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ഇന്ത്യ പരസ്യമായി മറുപടി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.